ഹായ് നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണല്ലേ. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയമാണോ? മറിച്ച് വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയും അധികാര ഗർവിനെതിരെയും കേരളം നൽകിയ ശക്തമായ മറുപടിയും താക്കീതുമല്ലേ. 102 സീറ്റുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDFിനെ കേരളം നെഞ്ചിലേറ്റുമ്പോൾ അവിടെ തോറ്റത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. മതേതരത്വത്തിൻ്റെ മണ്ണായ കേരളത്തിൽ മതചിന്തകൾക്കോ വിഭാഗീയതയ്ക്കോ സ്ഥാനമില്ലെന്ന് ഈ ജനവിധി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതെന്താണ്? വർഗീയതയുടെയും അധിക്ഷേപത്തിൻ്റെയും വിഷം തുപ്പുന്ന പ്രസ്താവനകൾ. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചപ്പോൾ മന്ത്രി സജി ചെറിയാനും CPM നേതാവ് AK ബാലനും നടത്തിയ അധിക്ഷേപ പ്രസംഗങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും വിഭാഗീയത വളർത്തിയും വോട്ട് പിടിക്കാമെന്ന മോഹം പ്രബുദ്ധരായ മലയാളി വോട്ടർമാർ അറബിക്കടലിൽ തള്ളിയിരിക്കുകയാണ്. തൃക്കരിപ്പൂരിലെ ജനവിധി മാത്രം നോക്കിയാൽ മതി ഈ മതേതര മനസ്സിൻ്റെ ആഴമറിയാൻ. മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് VP മുസ്തഫയെ തോൽപ്പിച്ച് സന്ദീപ് വാര്യർ എന്ന വിജയിപ്പിച്ചപ്പോൾ തകർന്നത് വർഗീയവാദികൾ കെട്ടിപ്പൊക്കിയ മതിലുകളാണ്. ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്, ഇവിടെ മനുഷ്യനാണ് വലുത്. ഈ വിജയക്കാറ്റിൽ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് മണ്ണാർക്കാട് എഴുതി ചേർത്തത്. ജനപ്രിയനായ N ശംസുദ്ദീൻ MLA നേടിയ 25,903 വോട്ടിന്റെ ഭൂരിപക്ഷം ചരിത്രമാവുകയാണ്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി അദ്ദേഹം കുറിച്ച ഈ വിജയം വികസനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ്. മുഴുവൻ ജനങ്ങളെയും ജാതി മതഭേദമന്യേ ചേർത്ത് പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ കാവലാണ് മണ്ണാർക്കാടിൻ്റെ വികസന നായകൻ. അദ്ദേഹവും ഈ പോരാട്ടത്തിൻ്റെ നായകരിൽ ഒരാളാവുന്ന സുന്ദരമായ കാഴ്ച. അഹങ്കാരം തലക്ക് പിടിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വിധി. KB ഗണേഷ് കുമാറിനെ പോലുള്ളവരുടെ ജൽപ്പനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ കൃത്യമായ മറുപടി നമ്മൾ കണ്ടു. അധികാരം എന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്ന് ഇനിയെങ്കിലും ഇത്തരക്കാർ തിരിച്ചറിയണം. അതേസമയം VD സതീശനെ പോലുള്ള കരുത്തുറ്റ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ മതേതര മുന്നണിക്കും ഒരു മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു. തുടർച്ചയായ ഭരണം ഏതൊരു പ്രസ്ഥാനത്തെയും ജീർണതയിലേക്ക് നയിക്കുമെന്ന് ബംഗാൾ നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. അവിടെ മമതയ്ക്കും മുൻപ് ഇടതുപക്ഷത്തിനും സംഭവിച്ചത് ഇന്ന് കേരളത്തിലും പ്രതിഫലിക്കുന്നു. മക്കൾ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയ തമിഴ്നാട്ടിൽ DMKക്ക് കാലിടറുന്നതും അവിടെ ദളപതി വിജയിയുടെ വെന്നിക്കൊടി പാറുന്നതും മാറ്റത്തിൻ്റെ കാറ്റാണ് സൂചിപ്പിക്കുന്നത്. കേരളം ഇന്ന് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാവുകയാണ്. ഭരണ തുടർച്ചയുടെ അഹങ്കാരമല്ല, വിനയമാണ് വേണ്ടതെന്ന് ഈ 102 സീറ്റുകളുടെ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആസാമിലും പുതുച്ചേരിയിലും BJP തങ്ങളുടെ സ്വാധീനം നിലനിർത്തുമ്പോൾ കേരളത്തിലും 3 സീറ്റുകളുമായി അവർ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഓരോ ആശയങ്ങൾക്കും ഓരോ വിശ്വാസങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ജനങ്ങളാണിവിടെ പരമാധികാരികൾ. തോറ്റവർക്കും ജയിച്ചവർക്കും ഈ ജനവിധി ഒരു പാഠമാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, ജനാധിപത്യം തല ഉയർത്തി നിൽക്കുന്ന ഒരു ഇന്ത്യക്കായി നമുക്ക് കൈകോർക്കാം. പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധമുള്ള ഈ കേരള ജനതയ്ക്ക് വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ. നന്ദി.